ആദർശിന് നയനയോട് വല്ലാത്തൊരു പ്രണയമാവുന്നുണ്ട് കേട്ടോ. ആദർശ് അത് നയനോട് തുറന്ന് പറയുന്നുണ്ട്. പക്ഷെ നയനയ്ക്ക് എന്താണെന്ന് വെച്ചാല് നയനയ്ക്ക് രണ്ടും കെട്ടൊരു അവസ്ഥയിൽ നിൽക്കാണ് കേട്ടോ. ആദർശിട്ടും പറഞ്ഞ് സത്യമാണെന്നും അറിയില്ല, കള്ളാണെന്നും അറിയില്ല. പണ്ടിതുപോലെ ഒരുപാട് പ്രണയമൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നതാണല്ലോ. പെട്ടെന്നാണല്ലോ അതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നയന മനസ്സിലാക്കിയത്. അതോടുകൂടി നയന ആകെപ്പാടെ തകർന്നടിഞ്ഞു പോവായിരുന്നു. ഇപ്പോഴും ആദർശേട്ടൻ അതുപോലെ തന്നെ അഭിനയിക്കുകയാണോ എന്ന് ഓർത്തിട്ട് നയനയ്ക്ക് വല്ലാണ്ട് വിഷമമാകുന്നതാണ് കേട്ടോ. അപ്പൊ നയന എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ആകെപ്പാടെ ഒരു കൺഫ്യൂഷനിലാണ്. അങ്ങനെ രാവിലെ നയന ഇങ്ങനെ ഫുഡൊക്കെ ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ട്, എല്ലാരെയും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഫുഡ് കഴിക്കാൻ ഒന്നിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നയന വാ ഇവിടെ വന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വേണ്ട ആദർശേട്ടാ, ഞാൻ പിന്നെ ഇരുന്നോളാം, നിങ്ങൾ കഴിച്ചോളാൻ പറയുമ്പോൾ അതൊന്നും പറ്റില്ല, അങ്ങോട്ട് ഇരുന്ന് കഴിച്ചേ. നീ രാവിലെ 4:30 എഴുന്നേക്കുന്നതല്ലേ, നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിലേ പിന്നെ അത് മതി ഒരസുഖം ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് ആദർശ് നയനെ പിടിച്ചിരുത്തുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ദേവേനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ജലജ പറയാണ്, കണ്ടില്ലേ ഏട്ടത്തിന് മോന്റെ ഒരു കെയറിങ് ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. മിണ്ടാതിരുന്ന കഴിക്ക ജലജ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ദേവയാനി. ബാക്കി എല്ലാവരും ഇതുകൊണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ആദർശിന് നേരെ ആയിരിക്കും ദേവയാനി ഇരിക്കുക, തൊട്ട് ദേവയാനിയുടെ അടുത്തായിരിക്കും കേട്ടോ നയന ഇരിക്കുക. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശാണെങ്കിൽ ഇങ്ങനെ കാലിലിങ്ങനെ കിള്ളുന്നുണ്ട് കേട്ടോ. ആദർശിന്റെ കാല് നീട്ടിയിട്ട് നയനയുടെ കാലിൽ കിള്ളുകയാണ്. അപ്പോഴേക്കും സംഭവം എന്ന് വെച്ചാൽ നല്ലൊരു കോമഡിയാണ്. അപ്പൊ ആദർശിന്റെ അടുത്തൊരു ജയൻ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നയനയുടെ കാലിൽ കിള്ളേണ്ടതിന് പകരം ആദർശ് കിള്ളുന്നത് ദേവയുടെ കാലിട്ടാണ് കേട്ടോ. ദേവയുടെ കാലിങ്ങനെ ആൾ തോണ്ടുന്ന പോലെ തോന്നിയപ്പം ദേവേനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ ജയൻ ഇങ്ങനെ ദേവേനെ നോക്കി ചിരിക്കുന്ന കാണുമ്പോഴേക്കും ദേവേനെ ഓർക്കും ജയനാണെന്ന്. എന്താ ജയേട്ടാ ഇത്, നാണക്കെട് മിണ്ടാതിരിക്കും, അടങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആംഗ്യ ഭാഷയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ആംഗ്യ ഭാഷയിലെ ജയനും മറുപടി പറയുന്നുണ്ട്. പിന്നെയും ഇങ്ങനെ തോണ്ടി പതിയെ ഇങ്ങനെ കാലിങ്ങനെ കൊലുസിന്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്ന് ദേവേനി കാല് വലിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഓർക്കാണ്, ഇവക്കെന്താ ഒരു ചലനം ഇല്ലാത്ത, ഒന്നും അറിയാത്ത പോലെ ഇന്ന് കഴിക്കുന്നത് കണ്ടില്ലേ, അവളുടെ അഭിനയം കൊള്ളാം, ഒന്നും അറിയത്തില്ലേ, ഞാനിപ്പോൾ കാണിച്ചിടാന്ന് പറഞ്ഞിട്ട് ആദർശ് വീണ്ടും കാലിങ്ങനെ ആ സാരിയിൽ പൊക്കി കൊണ്ടുപോയിട്ട് ആ കാലിനായിട്ട് വെള്ളം കൊണ്ട് ഇങ്ങനെ പിച്ചാണ് കേട്ടോ. പെട്ടെന്ന് കരയുന്നത് ദേവയാനിയാണ്. ആന്ന് കരയുന്നുണ്ട്. പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ് കേട്ടോ ദേവയാനി. എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട്, റൊമാൻസ് ഒക്കെ അങ്ങ് മുറിയിൽ വെച്ച് മതി, നാണമില്ലല്ലോ നിനക്ക്, നീ ഇത്ര നേരം തോണ്ടിയത് എൻ്റെ കാലിലാണ് എന്നും പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് മുത്തശ്ശിനും ആ വീട്ടിലുള്ള എല്ലാവരും ചിരിക്കുകയാണ്. ആദർശാണെങ്കിൽ ആകെപ്പാടെ ചമ്മിനാറി സോറി എല്ലാവർക്കും സോറി എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആയി പോകുന്നു കേട്ടോ. അപ്പൊ നയനെ തലകുനിച്ചിരുന്ന് ചിരിക്കുകയാണ്. അപ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, കുറെ നേരം കൊണ്ട് ഞാൻ അയാളുടെ കാല് തോണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെന്നെ വഴക്ക് പറയായിരുന്നു, ഞാൻ പാവോടെ ഒന്നും അറിയാതെ ഭക്ഷണം കഴിക്കായിരുന്നു, അതേ സമയത്ത് അവൻ തോണ്ടിയതായിരിക്കും നയനയാണെന്ന് കരുതിയിട്ട് നയനമോൾ ഒന്നും അറിയാതെ കഴിക്കുന്നപ്പോഴായിരിക്കും അവൻ കാലിട്ട് പിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവേനെ ആകെപ്പാടെ കലിപ്പിച്ച് കയറിപ്പോ ജയൻ പറയുന്നുണ്ട്, എന്തെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്, ഇങ്ങനെയൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരാളുടെ കാലിൽ തോണ്ടുമ്പോൾ മാറിപ്പോകുന്നതൊക്കെ, എന്തായാലും നേരിട്ടും കണ്ടു, എന്തായാലും രാവിലെ എല്ലാവർക്കും നല്ലൊരു പോസിറ്റീവ് മൂഡായി, നല്ല ചിരിക്കാനുള്ള വകയായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ജയൻ. അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിയുന്നുണ്ട്. നയനയ്ക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന അടുക്കളയ്ക്ക് പോവാണ്. നവി എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ ഇനിയിപ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും ഉറപ്പ് പറയാനായിട്ടില്ല ചേച്ചി, കാരണം അന്ന് ചേച്ചി ഓർക്കുന്നുണ്ടോ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, അതിൻ്റെ സംഭവം എന്താണെന്ന് ചേച്ചിക്ക് അറിയാമെന്ന് ചോദിക്കുകയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം അത് അന്ന് ആദർശനോട് ഒരുപാട് സ്നേഹം കാണിച്ചിരുന്നു, ആ സ്നേഹമൊക്കെ സത്യമാണെന്ന് കേട്ടിട്ട് ഞാൻ ഒരുപാട് ആദർശനെ വിശ്വസിക്കുകയും ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അറിഞ്ഞത് എല്ലാം മുത്തശ്ശൻ്റെ അസുഖത്തിന് വേണ്ടിയിട്ട്, മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ കാണിച്ച അഭിനയമാണെന്ന്. അത് കേട്ടപാടെ ഞാൻ തകർന്നു പോയി ചേച്ചി. പിന്നീട് എനിക്ക് ആദർശേട്ടൻ്റെ സ്നേഹം കാണിച്ചു തന്നാലും എനിക്ക് അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആദർശേട്ടൻ ഭയങ്കരമായിട്ട് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്, അത് സത്യമാണോ അല്ലയോ എന്നൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇപ്പോഴും എന്നൊക്കെ പറയുന്നത് കേട്ടോ നയന. നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ആദർശേട്ടൻ്റെ അപ്പത്തെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെ ആയിരിക്കും, പക്ഷെ ഇപ്പോൾ നിന്നോട് ശരിക്കും ഇഷ്ടമാണ്, എനിക്കും അങ്ങനെ തോന്നി തുടങ്ങി എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. നയന പറയുന്നുണ്ട്, ശരി ചേച്ചി, എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ആദർശനെ സ്നേഹിക്കുന്നൊക്കെ സത്യമായിരിക്കുമെന്ന്. ഇന്ന് തന്നെ കണ്ടില്ലേ, ഇപ്പം തന്നെ കണ്ടില്ലേ കാണിച്ചു പോയ കോപ്രായൊക്കെ എന്ന് പറയുന്നുണ്ട്. ശരിയാ നീ പറഞ്ഞത്, എനിക്കും തോന്നി. എന്തായാലും ദേവയാനി പിണങ്ങി പോയിട്ടുണ്ട്, ഇനി എന്തൊക്കെ സംഭവിക്കുമോ, ആദർശനെ പിടിച്ചിട്ട് അടിക്കുമോ എന്നൊക്കെ പോയി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ചിലപ്പോൾ ചെയ്യുന്നിരിക്കും. ഇപ്പോഴും അമ്മയുടെ കണ്ണില് ആദർശേട്ടൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാന്നൊക്കെ പറഞ്ഞ് നയനും നവ്യങ്ങളെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ജലജ വന്നിട്ട് ചിരിക്കടി ചിരിക്ക്, രണ്ടുപേരും നന്നായിട്ട് കളിയാക്കി ചിരിക്കുക,
ഇപ്പൊ നിങ്ങൾക്കൊക്കെ കളിയാക്കി ചിരിക്കാനുള്ള കോമഡി പീസ് ആണല്ലോ ഞാൻ എന്ന് പറയുന്നുണ്ട്. അല്ലമ്മേ, രാവിലത്തെ കാര്യം ഓർത്ത് എന്ന് പറയുമ്പോൾ മതിയടി, എനിക്കെല്ലാം മനസ്സിലായി. നീ അന്നോട് ബെറ്റ് വെച്ച പോലെ സംഭവിച്ചല്ലേ എന്റെ മോനെ, നീ കറക്കി കുപ്പിയിലാക്കുന്നെന്ന് പറഞ്ഞല്ലേ, അതുപോലെ ഇപ്പൊ സംഭവിച്ചല്ലോ. നിനക്കിപ്പോ സമാധാനമായല്ലോ, എന്റെ മോനിപ്പോ എന്നെ വേണ്ടതായല്ലോ, അതായിരുന്നല്ലോ നിന്റെ ലക്ഷ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മേ, ഞാൻ ഇന്ന് വരെ ആദർശേട്ടനോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മയും മോനും അല്ലേ, ഞാൻ പിന്നെ എന്തിനാണ് നിങ്ങളെ അകറ്റാൻ ശ്രമിക്കുന്നത്? ഏറ്റവും നല്ല പവിത്രമായ ബന്ധം അത് അമ്മയും മോനും തന്നെയുള്ള ബന്ധം തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഭാര്യ പോലും ഉണ്ടാവുള്ളൂ. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എന്റെ ഭർത്താവിനെ ഞാൻ ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ നയന പറയുന്നുണ്ട്. എന്റെ മോൻ ഒരിക്കലും നിന്നോട് കാണുന്ന സ്നേഹമൊന്നും സത്യമാണെന്ന് കരുതി നീ കൂടുതലാണ് സന്തോഷിക്കേണ്ടടി. അതൊന്നുമല്ല, അതൊക്കെ വെറും അഭിനയമാണ് കാണിക്കുന്നത്. എൻ്റെ ഈ അച്ഛന് വേണ്ടിയിട്ടാ കാണിക്കുന്ന മൊത്തം. അച്ഛന് സമാധാനം സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. ഇല്ലമ്മേ, അതിലെനിക്ക് വിശ്വാസമില്ല. ആദർശനെ സ്നേഹിക്കുന്നത് സത്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓഹോ, അത്രയ്ക്കായില്ലേ? എങ്കിൽ നമുക്ക് ഒരു ടെസ്റ്റ് വെച്ച് നോക്കാം. ഞാൻ ഒന്ന് നിൽക്കാം, എന്നിട്ട് നീ ചോദിച്ചു നോക്ക് ആരെ ഇഷ്ടമെന്ന്. നമുക്കപ്പോൾ അറിയാലോ ആരെയാ കൂടുതൽ ഇഷ്ടമെന്ന് അറിയാലോ. ഇല്ലമ്മേ, അങ്ങനെ ചോദിച്ചാൽ ആദർശൻ എൻ്റെ പേരെ പറയുള്ളൂ, പിന്നെ അമ്മയ്ക്കത് വിഷമമാവും. അതിനമ്മ വേറെ എന്തെങ്കിലും ടെക്നിക്ക് പ്രയോഗിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം നവ്യ പറയാണ്, ഞാനൊരു ടെക്നിക്ക് പറയാം. നവ്യ പറയാണ്, ആദ്യം വല്യമ്മ പോയിട്ട് ആദർശമായിട്ടൊരു ഡ്രസ്സ് കൊടുക്ക്, എന്നിട്ട് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് പോകണമെന്ന് പറ. അതുപോലെ തന്നെ എന്നെയും കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് ഇരുന്ന് പോകണമെന്നും വല്യമ്മ പറ. അതുപോലെ തന്നെ നയനയും പോയൊരു ഡ്രസ്സ് കൊടുത്തിട്ട് ഈ ഡ്രസ്സ് ആദർശത്തിന് ഇടണമെന്നും പറയണം. എനിക്ക് അത്യാവശ്യം ഒന്ന് അമ്പലത്തിലേക്ക് പോകണം, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിക്കണം. ആദർശേട്ടന് ആറ് കൂടെയാണെന്ന് പോകുന്നത് അവരോടായിരിക്കും ആദർശേട്ടന് കൂടുതൽ സ്നേഹം. കൂടുതൽ സ്നേഹം ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നും കൊണ്ടല്ല. അമ്മയുടെ സ്നേഹം ഭാര്യയുടെ സ്നേഹം കാണുമല്ലോ. പക്ഷെ ഇപ്പോൾ നയനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ ആദർശേട്ടൻ നയനോടൊപ്പം പോകും. അതല്ല, അമ്മയ്ക്ക് വേണ്ടി നയനോട് സ്നേഹം കള്ളത്തിലാണ് കാണിക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ അവന് ആദർശേട്ടൻ അമ്മയുടെ കൂടെ ആയിരിക്കും പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്നെ നമുക്ക് കാണാം. ഇന്നത്തോടെ നിനക്ക് മനസ്സിലാവൂടി, എൻ്റെ മോൻ നിന്നെ വെറുതെ പറ്റിക്കാന്നുള്ളതൊക്കെ മനസ്സിലാവും. നിന്റെ അഹങ്കാരമൊക്കെ ഇന്നത്തോടെ തീരാൻ പോവാ എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. അമ്മേ, പരീക്ഷ കഴിഞ്ഞിട്ട് പോരെ മാർക്ക് പറയുന്നത് എന്ന് ചോദിച്ച് കളിയാകുന്നുണ്ടോ നവ്യ. നീ കണ്ടോ, നിന്നെ എനിക്ക് ആദ്യം കാണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടിരുന്നുണ്ട്. ഇവര് പ്ലാൻ ചെയ്തതുപോലെ തന്നെ ദേവയാനി ആദ്യം ആദർശിന്റെ മുറിയിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് മോനെ, ഞാൻ ഇന്നലെ കടലിൽ പോയപ്പോൾ നിനക്ക് വേണ്ടി എടുത്തൊരു ഡ്രസ്സാ, കൊള്ളാവൻ ചോദിക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ടമ്മയെന്ന് പറയുന്നുണ്ട്. ഇന്ന് മോനെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സ് തന്നെ ഇടാന്. പിന്നെ എനിക്ക് അമ്പലത്തിൽ ചെറിയൊരു പൂജ നടത്താനുണ്ട്, അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അതിനെന്താമേ ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അങ്ങനെ ദേവയാനി പോകുന്നുണ്ട് കേട്ടോ. കുറച്ചിനും കഴിയുമ്പോഴേക്കും ആദർശേട്ടാ ഇത് കണ്ടോ, ഞാൻ ആദർശന്റെ പുതിയ മേടിച്ച ഡ്രസ്സാ, ആദർശേട്ടനെ വേണ്ടിയിട്ട് ഇന്ന് ഓഫീസിലേക്ക് ഇത് വേണം ഇടാനെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദർശാലേക്കാണ്, ഈശ്വര അമ്മ നേരത്തെ ഒരു ഡ്രസ്സ് കൊണ്ട് തന്നല്ലോ, ഇനി ഞാനിപ്പോ അതിനെന്ത് മറുപടി പറയും എന്ന് ആലോചിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നയന ചോദിക്കുകയാണ്, എന്താ ആദർശേട്ടാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട്, ഞാൻ ഇട്ടോളാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശേട്ടാ എനിക്ക് വലിയൊരു വഴിപാട് നടത്താനുണ്ട്, അമ്പലത്തിലേക്ക് ഒന്ന് പോകണം, എന്നെ കൊണ്ടുപോകാന്ന് ചോദിക്കുമ്പം കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട്. അതെ, നമുക്ക് ബൈക്കിൽ പോയാൽ മതി, ആദർശേട്ടന് ബൈക്കല്ലേ ഇഷ്ടം, നമുക്ക് ബൈക്കിൽ പോകാന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരി ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നയനെ പറഞ്ഞതിന് ശേഷം ആദർശ ആലോചിക്കാണ്, ഈശ്വര ചെറുത്താനും കടലിലും പെട്ട് നടക്കോട്ട അവസ്ഥയല്ല ഞാൻ. ഇപ്പം അമ്മയുടെ കൂടെ പോയ നയനെ പിണങ്ങും, നയനെ കൂടെ പോയ അമ്മ പിണങ്ങും. കുറെ നാൾക്ക് ശേഷം എന്റെ സ്നേഹം സത്യമാണെന്ന് ഇപ്പോഴാണ് നയനെ കരുതിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വീണ്ടും അവളെ വേദനിപ്പിച്ചാൽ അവൾ ഒരിക്കലും ക്ഷമിക്കില്ല, ഇനി ഒരിക്കലും എന്റെ സ്നേഹം അവൾ വിശ്വസിക്കുകയില്ല. ഇതേ സമയത്ത് തന്നെ അമ്മേനെ വിഷമിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യുക എന്ന് ആദർശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ആദർശ് ഇങ്ങനെ ദേവേനെ കൊണ്ട് കൊടുക്കുന്നത് ഒരു കോട്ടും സൂട്ടും ഒക്കെ ആയിരിക്കും കേട്ടോ. നയനൊരു ഷർട്ടും ആയിരിക്കും. അപ്പൊ നയനെ കൊടുത്ത ഷർട്ട് അകത്തും ദേവേനെ കൊടുത്ത കോട്ട് പുറത്തിട്ടുണ്ട് വരികയാണ്. താഴെ കയറുമ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട്, എടാ ഇതിന് കോണ്ടാക്ട്സ് ആയിട്ട് ഞാൻ തന്ന കളർ നല്ലല്ലോ, പിന്നെ നീ എന്താ ഇതിട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലമ്മേ, ഇതിന്റെ കൂടെ ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യത്തിൽ രണ്ടുപേരും പ്രശ്നം ആദർശ് പരിഹരിച്ചു കഴിഞ്ഞു. എന്നിട്ട് അമ്മേ, നയനയ്ക്കും അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൂന്നൂടെ ഒരുമിച്ച് കാറിന് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ കൂടെ ഞാൻ വരുന്നില്ല. അപ്പോഴേക്കും നയനെ പറയാണ്, ആദർശേട്ടാ എന്നെ ബൈക്കിൽ കൊണ്ടുവന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഒരാളുടെ കൂടെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഈശ്വര, ഇത് വലിയ കുരിശായല്ലോ, ഷർട്ടിന്റെ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു, ഇനി ഈ കാര്യത്തിൽ രണ്ടുപേരുടെ ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ആദർശ് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ മനസ്സിലോർക്കാണ്, ഇതെന്തായാലും നല്ലൊരു ജോക്കനായിട്ടുണ്ട്, ഇനി ആദർശനുണ്ടാവുന്ന തീരുമാനം എന്തായിരിക്കുമെന്ന് ആലോചന നിൽക്കാറുണ്ട് നവ്യ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എടാ ചില സീരീസിലൊക്കെ കണ്ടിട്ടില്ലേ,
ഒരു സൈഡിൽ നിന്ന് അമ്മ ചായ കൊണ്ടുവരും, മറ്റേ സൈഡിൽ നിന്ന് ഭാര്യയും. രണ്ടുപേരും പിണക്കാതിരിക്കാൻ വേണ്ടി രണ്ടും കൂടെ ഒരു കപ്പിൽ ഒഴിച്ചിട്ട് അതോ കുടിക്കുന്നത് കണ്ടില്ലേ, മിക്കവാറും ഇത് അതുപോലെ ചെയ്യേണ്ട വരും എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശൻ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദർശിന്റെ ഒരു കോൾ വരികയാണ്. അങ്ങ് ആദർശ് സംസാരിച്ചിട്ട് ശരി ഓക്കെ ഞാൻ കൊണ്ടുവരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, നയന അമ്പലത്തിലേക്ക് പോകാനൊന്നും പറ്റില്ല, അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, നീ എത്രയും പെട്ടെന്ന് റെഡി ആയിക്കോ, നിന്റെ ഡ്രോയിങ്സിനുള്ള സാധനമൊക്കെ എടുത്തോ, ഇന്ന് വലിയൊരു എന്നാളെ ക്ലയന്റിനെ കാണാനുണ്ട്, നീ വേണം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് അധികം സമയമില്ല, നീ ചെയ്ത ഡിസൈനിൽ കുറച്ച് കറക്ഷനുണ്ട്, എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. ഞാൻ റെഡി ആയിട്ട് തന്നെ നിൽക്കാൻ ആവശ്യട്ടാ, ഈ സാധനം മതി എന്ന് പറയുമ്പോൾ അമ്മേ അമ്പലത്തിലേക്ക് നാളെ ഞാൻ കൊണ്ടുപോകാം, ഇന്നിപ്പോൾ നയൻ്റെ കൂടെ ഓഫീസിലേക്ക് പോയി പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനം കൂട്ടി ധൃതി വെച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ തന്നെ ചോദിക്കുകയാണ്, ഇപ്പൊ എങ്ങനെയുണ്ട് വല്യമ്മേ, ജയിച്ചത് നയനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്പലത്തിലേക്ക് ആരെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ബെറ്റ്, ഇപ്പൊ കണ്ടില്ലേ അമ്പലത്തിലേക്കല്ല ഓഫീസിലേക്ക് കൊണ്ടുപോയേക്കെന്ന് പറയുന്നുണ്ട്. ആണോ, അങ്ങനെയാണെങ്കിൽ വല്യമ്മ അവരുടെ പുറകെ അവരറിയാവുന്ന പോയി ടെസ്റ്റ് ചെയ്ത് നോക്ക്, അപ്പൊ അറിയാം എങ്ങോട്ടാ പോയേക്കുന്നതെന്ന്. അങ്ങനെ നയനയും കൂട്ടി ആദർശ് ബൈക്ക് എടുത്തുകൊണ്ട് സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ദേവയാനി നവ്യനെയും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് നവ്യനെയും വിളിച്ചുകൊണ്ട് കാറിന് അവരുടെ പുറകെ ഫോളോ ചെയ്ത് ഇവരറിയാതെ പോകുന്നുണ്ട്. എന്താ ആദർശേട്ടാ ഈ വഴിക്ക് പോകുന്നെന്ന് ചോദിക്കുമ്പോൾ ഞാന് ഓഫീസിലേക്കൊന്നും അല്ല, ഞാനൊരു റിംഗ് ടൂൺ സെറ്റ് ചെയ്തിരുന്ന, താഴെ വരുമ്പോൾ എന്തായാലും ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് തന്നെ എന്റെ റിംഗ് ടൂൺ പോലെ റിംഗ് ടൂൺ ഞാൻ സെറ്റ് ചെയ്തിട്ടിരുന്നതാ. ഈ സമയമാകുമ്പോഴേക്കും റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെയും കൊണ്ട് ഞാൻ പോകുന്നത് അമ്പലത്തിലേക്കാ. ഷർട്ടിന്റെ കാര്യം ഞാൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു, ഇതിപ്പോൾ രണ്ടുപേരും ഒരാളല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. നിന്റെ ആഗ്രഹം എന്തായാലും നടക്കട്ടെ, നാളെ ഞാൻ അമ്മയും കൊണ്ട് പോയിക്കളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന ഓർക്കാണ് ഈശ്വര സമാധാനമായി എന്നോട് കാണുന്ന സ്നേഹമൊക്കെ സത്യമാണല്ലോ എന്ന് നയന ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ നേരെ അമ്പലത്തിലേക്ക് കയറി പോകുന്ന ദേവേനെ കാണുന്നുണ്ട്. നവി ചോദിക്കാണ്, അല്ല വല്യമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞ സത്യം ഇപ്പൊ മനസ്സിലായില്ലേ, ആദ്യമായിട്ട് കാണുന്ന സ്നേഹമൊന്നും കള്ളമൊന്നും അല്ല, സത്യമാണ്, കണ്ടില്ലേ ഇപ്പൊ അമ്മയെക്കാളും പ്രാധാന്യം ഭാര്യയ്ക്ക് തന്നെ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ദേവേനെ കളിയാക്കുന്നുണ്ട്. ദേവേൻ ദേഷ്യപ്പെട്ട് കാറിൽ കയറിയിരിക്കുകയാണ്. നവ്യ കാറിൽ കയറുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി സ്റ്റോറി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആയിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.